ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 25 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അല്ലേ. ഇനി ഇതുപോലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകേണ്ട 20 ഡെറിവേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡെറിവേഷൻസ് എന്ന് പറയുമ്പോൾ അത് ഡെറിവേഷൻസ് ആയിട്ട് തന്നെ ചോദിക്കണം എന്നില്ല, അതിൽ നിന്ന് എങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണെന്ന് നമുക്കറിയാം. അതിനകത്ത് ഡെറിവേഷൻ ആയിട്ടൊന്നും ചോദിക്കാറില്ല, പക്ഷേ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ട്, അതിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ സോളിഡ്സ് അറിയാമല്ലോ നിങ്ങൾക്ക്, അധികവും എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് അല്ലേ. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, ടൈപ്സ് ഓഫ് സ്ട്രെസ്, ടൈപ്സ് ഓഫ് സ്ട്രെയിൻ, അതുപോലെ ഹൂക്സ് ലോ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് അല്ലാതെ പഠിക്കാനുള്ളത്. പക്ഷേ ഇതിനകത്ത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് കുറച്ച് കൂടുതൽ വെയിറ്റേജിൽ ചോദിക്കാറുള്ളത്. അടുത്തത് എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണല്ലേ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നുള്ളത്, അത് ഒന്ന് പഠിക്കണം. അടുത്തത് എന്താണ്? ഫ്ലൂയിഡ്സിൽ വരുന്നതാണ് ടെർമിനൽ വെലോസിറ്റി. എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്? ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിനെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് 2/9 r²/η g × σ/ρ. അപ്പോൾ ഈറ്റ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അതിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിക്കണം കേട്ടോ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ഫെറിക്കൽ ബോഡിയാണ്. ജി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സിഗ്മ എന്ന് പറയുന്നത് ആ ബോഡിയുടെ ഡെൻസിറ്റിയാണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി ഏത് മീഡിയത്തിലൂടെയാണോ പോകുന്നത് ആ മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, അടുത്തത് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? A1 B1 is equal to A2 B2. അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഏരിയ കുറവുള്ള ഒരു പൈപ്പിലൂടെ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് വളരെ ഫാസ്റ്റ് ആയിരിക്കും അല്ലേ, വളരെ കൂടുതലായിരിക്കും. അതുപോലെ നേരെ തിരിച്ചും. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്ത എന്താണ്? ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതിൻ്റെ പ്രൂഫ് എന്തായാലും പഠിക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പോഴുള്ള +2 കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറയും ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചിട്ട് കുട്ടികൾ അത്രയും നന്നായി പഠിച്ചു പോയതാണ്. പക്ഷേ അത് എക്സാമിന് ചോദിച്ചില്ല. എന്നിട്ട് എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഭയങ്കര സങ്കടത്തോടെയാണ് പറഞ്ഞത്, മിസ്സേ ബെർണോളിസ് പ്രിൻസിപ്പിൾ ചോദിച്ചില്ല. വേറെ ഒരു ചോദ്യം ചോദിക്കാത്തതിന് ഇവർക്ക് സങ്കടമില്ലായിരുന്നു, ബെർണോളിസ് ചോദിക്കാത്തതിന് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും ചിലപ്പോൾ ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ മോഡലിനോ ബെർണോളിസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത എന്താണ്? ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്? ടോറിസെല്ലീസ് തിയറം വരുന്നത്. എന്താണ് ടോറിസെല്ലീസ് തിയറം? ഒരു ഓപ്പൺ ടാങ്ക് ഉണ്ട്. ആ ഓപ്പൺ ടാങ്കിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിങ്ങിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ആ വെള്ളത്തിൻ്റെ ഹൈറ്റിൽ നിന്നും ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി വീഴുന്ന അതേ വെലോസിറ്റി ആയിരിക്കും. എന്താണ്? ദ വെലോസിറ്റി വിത്ത് വിച്ച് ഫ്രീലി ഫോളിംഗ് ബോഡി falls down will be equal to the velocity of the fluid flowing out of the small opening of a open tank. അതാണ് ടോറിസെല്ലീസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ അല്ല, ഫ്ലൂയിഡ്സിൽ തന്നെ മറ്റൊന്നാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡെറിവേഷനാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 2s/r ആണ് ഇക്വേഷൻ. അതേസമയം ലിക്വിഡ് ബബിൾ ആണെങ്കിൽ എന്താണ് വരിക? 4s/r. എന്തുകൊണ്ടാണ് 4 വരുന്നത്? നമ്മൾ ഏരിയ എടുക്കുമ്പം ബബിളിന് ഉള്ളിലത്തെ ഏരിയയും പുറത്തെ ഏരിയ എടുക്കണം. അപ്പോൾ 2 ഏരിയ വരുന്നത് കൊണ്ടാണ് അവിടെ 4s/r എന്ന് വരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡെറിവേഷൻ എന്താണ്? ക്യാപ്പിലറി റൈസ് അല്ലേ, ക്യാപ്പിലാരിറ്റിയിൽ വരുന്നതാണ്. ഒരു ട്യൂബിലൂടെ, ഒരു കാപ്പിലറി ട്യൂബിലൂടെ ലിക്വിഡ് കയറുന്ന ഹൈറ്റ്, എത്ര ഹൈറ്റിലാണ് കയറുക? h is equal to 2s cos θ/r rho g. s എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്, r is the radius of the capillary tube, rho is the density of the liquid or fluid and g is acceleration due to gravity. അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം കേട്ടോ. ഞാൻ ക്യാപ്പിലാരിറ്റി മാത്രമായിട്ടൊക്കെ ഒരു ഡെറിവേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബെർണോളിസ് പ്രിൻസിപ്പിൾ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് പ്ലേലിസ്റ്റിലുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അങ്ങനെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അടുത്തത് എന്താണ്? നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലൂയിഡ്സിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കേട്ടോ. അത് പഠിക്കാതെ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് പോകരുത്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് ഡെറിവേഷൻ ആയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ നോക്കുമ്പോൾ ആൽഫ ബീറ്റ ഗാമ
എന്താണ് തെർമൽ എക്സ്പാൻഷനിൽ വരുന്ന 3 കോൺസ്റ്റൻസ് ആണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ അല്ലേ. അപ്പോൾ ഈ ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻ എന്താണ് വരിക? 1:2:3 അതാണ് റിലേഷൻ വരുന്നത്. അതിൻ്റെ റിലേഷൻ നമുക്കൊന്ന് ജസ്റ്റ് എളുപ്പമാണത്, ഒന്ന് വായിച്ച് വെച്ചേക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു പോകുന്നതായിരിക്കില്ല ചോദിക്കുക, അത് ചോദിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് ചോദിച്ച് വിട്ട് കളയുന്നതായിരിക്കും ചിലപ്പം ചോദിക്കുക. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ വരുന്നതാണ് ഇതൊന്ന്, അതുകൊണ്ട് എന്തായാലും പഠിക്കണം. അടുത്തത് നമ്മുടെ തെർമോഡൈനാമിക്സിൽ വരുന്നതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെയും അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെയും വർക്കിൻ്റെ ഡെറിവേഷൻ പഠിക്കുക കേട്ടോ. അത് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. കാർനോട്ട്സ് എഞ്ചിൻ എന്താണെന്നും അതിനകത്ത് നടക്കുന്ന 4 പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നും, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയബാറ്റിക് കംപ്രഷൻ എന്തൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിനകത്ത് വരുന്നതാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ സ്ലോപ്പ് ഗാമ ടൈംസ് ഐസോതെർമലിൻ്റെ സ്ലോപ്പിൻ്റെ കൂടുതലായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അത് ആ റിലേഷൻ വരുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് എന്താണ്? നമ്മുടെ കൈനറ്റിക് തിയറിയിൽ വരുന്നതാണ് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ. അത് ഒരു ഡെറിവേഷൻ ഉണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ ചില വർഷങ്ങളിൽ, അതായത് വളരെ റെയറായിട്ട് മാത്രമാണ് അത് ഡെറിവേഷനായിട്ട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്ത് നിന്നുള്ള ഇക്വേഷൻസ് ആണ് ചോദിക്കുക. അപ്പം നമ്മൾ എന്തായാലും എല്ലാ ചാപ്റ്ററിൽ നിന്നും എന്തെങ്കിലും ഒരെണ്ണം കുറച്ച് വലിയതായിട്ട് പഠിച്ചു വെക്കണ്ടേ, അതുകൊണ്ട് കൈനറ്റിക് തിയറിയിൽ നിന്ന് പഠിച്ചു വെക്കേണ്ട ഒരു സംഭവമാണിത്, പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. അടുത്തത് എന്താണ്? നമ്മുടെ ഓസിലേഷൻസിൽ വരുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതെന്താണ്? d²x/dt² പ്ലസ് ω²x=0 എന്ന് പറയുന്ന ഡെറിവേഷൻ കേട്ടോ. അത് കുഞ്ഞൊരു ഡെറിവേഷനാണ്, 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ഡെറിവേഷനാണ്, അത് പഠിക്കുക. ഓക്കെ, അടുത്തത് വരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ഇക്വേഷൻസ് എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അത് വെച്ചിട്ടൊരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾക്കൊന്ന് എഴുതി വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഡെറിവേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ വേവ്സ് ആണ്. വേവ്സിലെ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി, വൈബ്രേഷൻസ് ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് അല്ലേ, 1:2:3 എന്ന് കിട്ടും. അതുപോലെ ക്ലോസ്ഡ് പൈപ്പിൽ ഫ്രീക്വൻസിയുടെ റേഷ്യോ എന്താണ് വരുന്നത്? ഹാർമോണിക് റേഷ്യോ എന്താ വരുന്നത്? 1:3:5 ആണ്. ഓപ്പൺ പൈപ്പിൽ എന്താണ് വരുന്നത്? വീണ്ടും 1:2:3 ആണ്. ഇതാണ് വേവ്സ് എന്ന് പഠിക്കേണ്ട, മെയിനായിട്ട് പഠിക്കേണ്ട 3 ഡെറിവേഷൻസ്. അതിന് മുന്നേ കുഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് 2 മാർക്സ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം മിസ്സ് പറഞ്ഞത് ഏറ്റവും വലുതായിട്ട്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, ആ ചാപ്റ്ററിൽ വലിയ കാര്യങ്ങൾ, അതായത് ഡെറിവേഷൻസ് പോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണിപ്പം പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്നും 25 ഡെറിവേഷൻസും സെക്കൻഡ് ടെക്സ്റ്റിനകത്ത് നിന്ന് 20, മൊത്തം 45 ടോപ്പിക്സ് ഇപ്പോൾ തന്നു കഴിഞ്ഞു. ഇതൊരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ടിക്ക് ചെയ്യുക, അറിയാത്തത് നമുക്ക് പഠിച്ചു തുടങ്ങണം കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യും. നമ്മൾ ഇതിനകത്ത് നമ്മുടെ ചാനൽ ചെയ്യാത്ത ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. സോ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.